അഖിൽ, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ബി ജെ പിയുമായിട്ടുള്ള ഡീലിനെ കുറിച്ചായിരുന്നു നിങ്ങളുടെ ആരോപണം. അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വന്ന് ഇവിടെ പറഞ്ഞതിനെക്കുറിച്ചാണ് ഇപ്പോൾ CPM ഇന്ത്യ മുന്നണിക്കകത്ത് ചർച്ചയ്ക്ക് കത്ത് കൊടുത്തിരിക്കുന്നത്. PM ശ്രീയും കൂടി ഇതിനകത്ത് കൊണ്ടുവരേണ്ടതാണ്. PM ശ്രീ നേരത്തെ എന്തായിരുന്നു LDFനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ PM ശ്രീ എവിടെ നിൽക്കുന്നു എന്നതും കൂടി PK ഗോപൻ ആ ലിസ്റ്റിന് അവസാനം കൊണ്ടുവെക്കുമായിരുന്നു. ഞാൻ അതിനു മുമ്പ് ചർച്ച അവിടുന്ന് പിടിച്ചു വാങ്ങിയാണെങ്കിൽ ഇപ്പുറത്തേക്ക് അഖിലിന് സമയം തന്നിരിക്കുന്നു. അല്ല, അത് പറയാനുള്ള മറുപടി നല്ല പറഞ്ഞോളൂ. PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ വേണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഒപ്പിട്ട് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി V ശിവൻകുട്ടി സഖാവ് അത് ഒപ്പിട്ട് അതിൻ്റെ ഫണ്ടൊക്കെ നേരത്തെ വാങ്ങി അതിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സർക്കാരിന്, ഈ ഗവൺമെന്റിന് അതിന് പുതിയതായി വേറൊരു കാര്യം ചെയ്യേണ്ടതില്ല. അല്ല, ഞാൻ പറഞ്ഞോളട്ടെ അത് നിർത്തിവെച്ചതോ അതിന്റെ ഫണ്ട് സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞോ എന്നുള്ള നന്നായിരിക്കും. വളരെ മനോഹരമായി കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി കുറവ് താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു പുകമറ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PM ശ്രീയിൽ NCERT ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ, ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ സിലബസുകൾ പരിഷ്കരിക്കണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്നും ഒക്കെ പറഞ്ഞതിൻ്റെ പുറത്ത് ഇവിടെ കൃത്യമായി അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് പരിഷ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളാണ്. അതിനകത്ത് ഇനി വീണ്ടും PM ശ്രീ പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? നിങ്ങൾ അത് തുടരുകയല്ലേ? അല്ലല്ല, ഞാൻ ഈ പറയുന്ന നിങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടത്. കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമാണ്, എന്താണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അക്കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല. കാര്യം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് V ശിവൻകുട്ടി അത് ഒപ്പിട്ട് ആ ഫണ്ട് മുഴുവൻ കളക്ട് ചെയ്തിട്ട് അത് കൃത്യമായി അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി മറ്റു കാര്യമില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. മന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട മറ്റൊരു മന്ത്രി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് പറഞ്ഞ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അത് കാണിക്കാം. ഈ PM ശ്രീ നമ്മളത് ഒഴിവാക്കും, എന്ത് വന്നാലും ഇവിടെ ചവറ്റുകുട്ടയിലേക്ക് എടുത്ത് എറിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ മറുപടി പറയാൻ പ്രിയപ്പെട്ട ഗോവേട്ടന് തന്നെ ഒത്തിരി മറുപടി കൊടുക്കാനുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മറുപടി പറയാൻ ഞാൻ പറഞ്ഞത് അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഗോവൻ ചേട്ടന് ഒരു മറുപടി, ഒത്തിരി കാര്യങ്ങൾ മറുപടി പറയേണ്ടത്. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്നത് പോലെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആരുമല്ല, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാരായിരുന്ന ആളുകളാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA ആയിരുന്ന ആളുകളാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതികൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിനല്ല ബന്ധം. യഥാർത്ഥത്തിൽ ജയിലിൽ പോയിരിക്കുന്നത് CPMവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പ്രതികളെന്ന് നിങ്ങൾ അടിച്ചാക്ഷേപിക്കുന്ന ആളുകളുടെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെപ്പറ്റി ഞാൻ പറയുന്നില്ല, പക്ഷേ ആരാണ് ജയിലിൽ കിടന്നത്, ആരെ പറ്റിയാണ് പറഞ്ഞത്, മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഞാനത് പറഞ്ഞ് പൂർത്തിയായി, പ്രിയപ്പെട്ട ഡോക്ടർ ലാൽ, ഞാനത് പറഞ്ഞ് പൂർത്തിയായി. ഞാൻ എന്തിലേക്കാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞ മറുപടി, അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധമില്ല എന്ന് പറയുമ്പോൾ അതിൽ ജയിലിൽ കിടക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്ക് ഈ മാധ്യമത്തിന്റെ ഫ്ലോറിൽ അടുത്ത അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, ഞാനത് പറയാം, ഞാൻ അതിലേക്ക് വരാം. അത് മുഴുവൻ മറുപടി എനിക്കുണ്ടെന്നേ. ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ലാവ്ലിൻ കേസ് 33 തവണ മാറ്റിവെച്ചു. പ്രിയപ്പെട്ട ഗോവേട്ട, അത് തെറ്റാണ്. ലാവ്ലിൻ കേസ് 48 തവണ മാറ്റിവെച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടെ പ്രോസിക്യൂഷൻ ഹാജരാവാത്തതിൻ്റെ പേരിലും ഈ പറയുന്ന വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ആ കോടതിയിൽ ഹാജരാകാത്തതിൻ്റെ പേരിൽ മാറ്റിവെച്ചതാണ്. തെളിവില്ലാത്തതിൻ്റെ പേരിൽ മാറ്റിവെച്ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ വന്നിട്ടില്ല. അത് 33 തവണയല്ല, 43 തവണയാണ് എന്നുള്ളത്, 48 തവണയാണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കൂടെ സംസാരിക്കാൻ അനുവദിക്കണം പ്ലീസ്.
ഒറ്റ മിനിറ്റ്. അല്ല, ഈ കാര്യത്തിൽ മാത്രം ഡോക്ടർ ഗോപൻ ഈ ലാവ്ലിന്റെ കാര്യത്തിൽ മാത്രം എനിക്കിതുപോലെ സംസാരിക്കാൻ അറിയാം. ഒറ്റ മിനിറ്റ്. അദ്ദേഹത്തിന്റെ സമയം താങ്കൾക്ക് ഞാൻ സമയം തരാം. അഭിപ്രായം ഞാൻ താങ്കൾക്ക് സമയം തരാം. പക്ഷേ ഈ കാര്യത്തിൽ ശരിയല്ല. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന അദ്ദേഹം എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു പോയി. എനിക്ക് തർക്കിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ തർക്കിക്കാൻ താങ്കൾക്ക് മറുപടി പറയാലോ. തർക്കിക്കേണ്ടതാണെങ്കിൽ താങ്കൾ കൈകൊണ്ട് ഉയർത്തിയാൽ മതി. ഞാൻ സമയം തരാം. പക്ഷേ ലാവ്ലിന്റെ കാര്യത്തിൽ 48 പ്രാവശ്യം പ്രോസിക്യൂഷൻ ഹാജരാകാത്തത് കൊണ്ടാണോ ഡോക്ടർ ഗോപൻ എനിക്ക് കൃത്യമായ മറുപടി ഉണ്ട്. ആ മറുപടി പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ താങ്കളിലേക്ക് വരും. താങ്കൾ പറഞ്ഞു തന്നെ പോയാൽ മതി. അഖിലെ ഞാൻ 10 സെക്കൻഡ് എടുക്കൂ. എണ്ണത്തിന്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാം. ഇപ്പൊ ഒരു 15-20 മിനിറ്റ് എടുത്തു. ഇത് എന്റെ സമയമാണ് കളയുന്നത്. ഞാൻ ഡോക്ടർ ഗോപൻ 10 സെക്കൻഡ് കൂടുതൽ എടുക്കല്ലേ. എന്നോട് ഇടപെടാൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ അഖിലിന്റെ ചർച്ചയ്ക്ക് ഇടപെടത്തില്ല. അല്ല, ലാവ്ലിന്റെ കാര്യത്തിൽ എന്താണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. 40, 30, 37 എണ്ണത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാം. അഖിലെ തെളിവില്ല. ഏതെങ്കിലും തരത്തിൽ തെളിവ് കൊണ്ടുവന്നാലേ ഇനി വിചാരണ നടക്കൂ. പ്രോസിക്യൂഷനും അതിന്റെ ഒന്നും അല്ല പ്രശ്നം. നിങ്ങൾ സുപ്രീം കോടതി അഡ്വക്കേറ്റ്സിനോട് ചോദിക്കേ. ശരി, അഡ്വക്കേറ്റ് അഖിൽ, താങ്കളൊരു അഭിഭാഷകനാണല്ലോ. ആ കാര്യത്തിൽ തെളിവുണ്ട് എന്നുള്ളത് താങ്കളാണ് തെളിയിക്കേണ്ടത്. അതൊന്ന്. ഈ BJP-യുമായിട്ടുള്ള CPM-ന്റെ ഡീലിൽ നിങ്ങൾക്ക് തെളിവുണ്ടോ? അതും നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. തെളിവില്ല. അല്ല, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന പോലെ കോടതിയുടെ പക്ഷത്തിരിക്കുന്ന, കോടതി സമക്ഷം ഇരിക്കുന്ന ഒരു കേസിനകത്ത് മറുപടി ഫൈനലൊരു ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പേ ഞങ്ങൾ അതിനകത്ത് തെളിവില്ലാത്തതിന് പേരിൽ ഞങ്ങൾ നിരപരാധികളാണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ലോ. ഏത് തരത്തിലാണ് ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെന്റ് എന്നത് ഞങ്ങൾ ഇതാ സംശയിക്കുന്നത്. ഇതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഗോകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് പി കെ ഗോകുമാർ പറഞ്ഞ ഒരു കാര്യം, ഈ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സോണിയാഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. അദ്ദേഹം പറഞ്ഞത് രസകരമായി പറഞ്ഞുവെങ്കിലും അതെല്ലാം ഇൻഡയറക്റ്റ് ആക്ഷേപങ്ങളാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, CPM ആക്ഷേപിക്കുന്ന ശൈലി അല്ലെങ്കിൽ CPM ആക്ഷേപിക്കുന്ന രീതി ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞാൽ അത് പ്രശ്നമെന്ന് പറയുന്ന ആ രീതിയാണ് പ്രശ്നം. നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ ഏത് തരത്തിൽ വേണോ ആക്ഷേപിക്കാം. ഞങ്ങളുടെ നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കാം, നവമാധ്യമങ്ങളിൽ ആക്ഷേപിക്കാം, ട്രോളുകളിലൂടെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ ചെയ്യുന്ന ചെയ്തികളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി മാറുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ ശരിയാവും? അപ്പോൾ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പാലമിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മര്യാദയുടെ സ്വരമായി കഴിഞ്ഞാൽ അതായത് ഈ എന്റെ സമയമാണ്. താങ്കളുടെ സമയമാണ്, താങ്കളോടാണ് ചോദ്യം. ഒന്ന് കേൾക്കൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കാര്യത്തിൽ CPM-ന് BJP-യുമായിട്ട് ഡീൽ ഉണ്ട് എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരു സംശയം ഇന്നുണ്ട്. കഴിഞ്ഞ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഞാൻ എന്നെ പരിപൂർണമായി പറഞ്ഞു തീർക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ സംശയം ക്ലിയർ ആവും. അല്ല, താങ്കൾ പറഞ്ഞോളൂ. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു മൂവ്മെന്റും നടക്കാതിരുന്നപ്പോൾ, ഇത്രയും ദയനീയമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ട് 35 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ, ആരോപണങ്ങൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നു തുടങ്ങിയപ്പോൾ, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ കൊണ്ടുവരരുതെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഒന്നടങ്കം പറഞ്ഞു തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിനെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായി ചെയ്ത സാഹചര്യത്തിൽ പോലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ BJP-ക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP-യുമായി ബന്ധപ്പെട്ട നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ED റെയ്ഡ് എന്ന് സംശയിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ അഖിൽ, രാഹുൽ ഗാന്ധി നാളെ ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM-നെ പുറത്താക്കണം. BJP-യുമായി ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ മുന്നണിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അത് ഞങ്ങളുടെ നേതാക്കന്മാർ ചിലപ്പോൾ ബഹുമാനപ്പെട്ട CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തോട് പോലും അത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമുണ്ട്.